2005 മെയ് 18 സമയം ഉച്ചയോടടുക്കുന്നു. ട്യൂഷന് പോയ രാഹുൽ ഓടിക്കിതച്ച് വീട്ടിൽ തിരിച്ചെത്തി. ക്രിക്കറ്റ് കളിക്കാൻ ഗ്രൗണ്ടിലേക്ക് പോകാനുള്ള തിരക്കാണ്. ഭക്ഷണം കഴിച്ച ശേഷം പോകാമെന്ന് അമ്മ മിനി പറഞ്ഞെങ്കിലും കളി തുടങ്ങാനുള്ള ധൃതിയിൽ രാഹുൽ ഗ്രൗണ്ടിലേക്ക് ഓടി. വീടിന് സമീപത്ത് തന്നെയായിരുന്നു ഗ്രൗണ്ട്. ആദ്യത്തെ 2 മത്സരം കഴിഞ്ഞ ശേഷം ഭക്ഷണം കഴിക്കാനായി രാഹുൽ തിരിച്ചെത്തി. ഭക്ഷണം കഴിച്ച ശേഷം വീണ്ടും ഗ്രൗണ്ടിലേക്ക് ഓടാൻ തുടങ്ങിയ രാഹുലിനെ അമ്മ വിലക്കിയെങ്കിലും രാഹുൽ കൂട്ടാക്കിയില്ല. കുറച്ച് സമയം കൂടി കളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് രാഹുൽ ഗ്രൗണ്ടിലേക്ക് തന്നെ പോയി. ഏകദേശം 4 മണിയായപ്പോൾ വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് രാഹുൽ വീട്ടിലേക്ക് പോയതായി കൂട്ടുകാർ പറയുന്നു. എന്നാൽ 4 മണി കഴിഞ്ഞിട്ടും വീട്ടിലോ ഗ്രൗണ്ടിലോ രാഹുൽ എത്തിയില്ല. പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് പോയ മകൻ 4:30 വീട്ടിൽ തിരിച്ചെത്താതെ വന്നപ്പോൾ ഒരു വടിയുമായി മിനി ഗ്രൗണ്ടിലേക്ക് പോയി. പക്ഷേ രാഹുൽ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ വീട്ടിലേക്ക് പോയിട്ട് സമയം ഒരുപാടായി എന്നായിരുന്നു ഗ്രൗണ്ടിലുണ്ടായിരുന്ന കൂട്ടുകാരുടെ മറുപടി. ഇതോടെ മിനിക്ക് പേടിയായി. വീട്ടിലും പരിസരത്തുമെല്ലാം രാഹുലിനെ അന്വേഷിച്ച് മിനിക്ക് അവനെ കണ്ടെത്താൻ സാധിച്ചില്ല. രാഹുലിനെ കാണാതായ അന്ന് തന്നെ അമ്മ മിനിയും ബന്ധുക്കളും പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ അന്വേഷണം ഉണ്ടായില്ലെന്ന് ഇവർ ആരോപിച്ചു. കുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് സ്വർണമോ പണമോ മറ്റോ കാണാതായിട്ടുണ്ടോ എന്നായിരുന്നു പോലീസ് ആദ്യം തിരക്കിയതെന്ന് മിനി പറയുന്നു. മകൻ സ്വർണവും പണവുമായി നാട് വിട്ടുപോയതാണെന്ന മട്ടിലായിരുന്നു പോലീസിന്റെ അന്വേഷണവും ചോദ്യം ചെയ്യലുമെന്നും അതുകൊണ്ട് തന്നെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യത ആദ്യഘട്ടത്തിൽ പോലീസ് പരിശോധിച്ചില്ലെന്ന് ബന്ധുക്കളും ആരോപിക്കുന്നു. ഈ വീഴ്ചയാണ് രാഹുലിനെ തട്ടിക്കൊണ്ടുപോയവർക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയതെന്ന് വിശ്വസിക്കുന്നവരും കുറവല്ല. രാഹുലിനെ കാണാതായ ദിവസം വൈകിട്ട് ഭിക്ഷക്കാരനെന്ന് തോന്നിക്കുന്ന ഒരു താടിക്കാരൻ ആ പ്രദേശത്ത് ചുറ്റിക്കറങ്ങുന്നത് കണ്ടവരുണ്ട്. ഈ താടിക്കാരനൊപ്പം രാഹുൽ പോകുന്നത് കണ്ടതായി രാഹുലിന്റെ ഒരു സുഹൃത്തും ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയിരുന്നു. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തിയിരുന്നെങ്കിലും യാതൊരു തുമ്പും ലഭിച്ചില്ല. ഇതിനു പിന്നാലെ കുട്ടി മൊഴി മാറ്റി പറഞ്ഞത് കൂടുതൽ ആശയക്കുഴപ്പമുണ്ടാക്കി. താൻ അങ്ങനെ ഒരു താടിക്കാരനെ കണ്ടിട്ടേയില്ലെന്നായിരുന്നു കുട്ടി പിന്നീട് പറഞ്ഞത്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുട്ടിയെ ഇടയ്ക്കിടെ പോലീസ് വിളിപ്പിക്കുമെന്നും അവന്റെ ഭാവി തന്നെ അവതാളത്തിലാകുമെന്നുമെല്ലാം ഭയന്ന രക്ഷിതാക്കൾ കുട്ടിയെ നിർബന്ധിച്ച് മൊഴി മാറ്റിക്കുകയായിരുന്നുവെന്നും ആരോപണമുണ്ട്. കുട്ടി മൊഴി മാറ്റിയതോടെ പോലീസ് അന്വേഷണം ഏറെക്കുറെ അവസാനിച്ച മട്ടായി. കേസിൽ മറ്റൊരു തെളിവോ സംശയിക്കാവുന്ന ആളുകളോ ഇല്ലാതിരുന്നതാണ് ഇതിന് കാരണം. പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ലെന്ന് കണ്ടതോടെ അന്വേഷണം CBI ഏറ്റെടുത്തു. ചെന്നൈ, മുംബൈ, കൊച്ചി എന്നീ 3 യൂണിറ്റുകളിൽ നിന്നാണ് കേസ് അന്വേഷിക്കാൻ CBI ഉദ്യോഗസ്ഥർ എത്തിയത്. കേസുമായി ബന്ധപ്പെട്ട് 35 പേരെ ഇവർ ചോദ്യം ചെയ്തു. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതല്ലാതെ പുതുതായതൊന്നും തന്നെയും പറയാൻ CBIക്കും ഉണ്ടായിരുന്നില്ല. ചോദ്യം ചെയ്യാൻ സ്ഥിരമായി വിളിപ്പിച്ചതോടെ അയൽക്കാരിൽ പലരും രാഹുലിന്റെ കുടുംബത്തിനെതിരായി. രാഹുലിന്റെ കുടുംബം സംശയം തോന്നുന്നവരുടെ ലിസ്റ്റ് CBIക്ക് കൈമാറിയിട്ടുണ്ടെന്നും ആ ലിസ്റ്റ് അനുസരിച്ചാണ് അവർ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതെന്നും വരെ നാട്ടിൽ സംസാരമുണ്ടായി. ഇതോടെ അയൽക്കാരും ബന്ധുക്കളും പതിയെ ഇവരിൽ നിന്ന് അകലാൻ തുടങ്ങി. അന്വേഷണത്തിൽ കാര്യമായ ഒരു പുരോഗതിയും ഉണ്ടാകാൻ സാധിക്കാതെ വന്നതോടെ തോൽവി സമ്മതിച്ച് CBI മടങ്ങി. CBIയുടെ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും നിരാശപ്പെടേണ്ടി വന്ന കേസുകളിലൊന്നായി രാഹുലിന്റെ തിരോധാനം അവശേഷിക്കുകയാണ്. രാഹുലിന്റെ തിരോധാനവുമായി നടന്ന നിയമ പോരാട്ടങ്ങൾക്ക് മുന്നിൽ നിന്നത് മുത്തച്ഛൻ ശിവരാമ പണിക്കരായിരുന്നു. രാഹുലിനെ കാണാതാകുമ്പോൾ അച്ഛൻ രാജു വിദേശത്ത് ജോലിയിലായിരുന്നു. കേസിന്റെ കാര്യങ്ങൾക്കെല്ലാം ഓടി നടന്നതും പോലീസ് അന്വേഷണം ഫലം കാണാതെ വന്നപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നിയമ പോരാട്ടങ്ങൾ നടത്തിയതും ശിവരാമ പണിക്കരാണ്. ശാസ്ത്രീയ അന്വേഷണങ്ങൾക്കും ഫലമില്ലാതായതോടെ 2013 അന്വേഷണം അവസാനിപ്പിക്കാൻ CBI തീരുമാനിച്ചു. ഇത് ചോദ്യം ചെയ്ത് ശിവരാമ പണിക്കർ വീണ്ടും കോടതിയെ സമീപിച്ചു. സംശയം തോന്നിയവരെ ശരിയായി ചോദ്യം ചെയ്തിട്ടില്ല എന്ന തരത്തിലായിരുന്നു പണിക്കരുടെ വാദം. പണിക്കരുടെ വാദത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ട് അന്വേഷണം തുടരാൻ കോടതി നിർദ്ദേശിച്ചു. അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്ന് 2015 കോടതിക്ക് റിപ്പോർട്ട് നൽകിയ അന്വേഷണ സംഘം നാട്ടുകാരനായ ഒരു യുവാവിന്റെ പേരിൽ ആദ്യം സംശയം ആരോപിച്ചതും അദ്ദേഹമായിരുന്നു. രാഹുലിനെ കാണാതായ ദിവസം അതുവഴി പോയ ഓട്ടോറിക്ഷയിൽ നിന്നും കുട്ടിയുടെ കരച്ചിൽ കേട്ടതായി മൊഴിയുണ്ടായിരുന്നു. ഈ ദിവസം മേൽപ്പറഞ്ഞ യുവാവ് സുഹൃത്തിന്റെ ഓട്ടോ എടുത്തുകൊണ്ടുപോയതായും അടുത്ത ദിവസം ഉച്ചയോടെ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷനായതായും നാട്ടുകാരിൽ സംശയമുണർത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ യുവാവിനെയും വീട്ടുകാരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണമെന്ന് ശിവരാമ പണിക്കർ ആവശ്യപ്പെട്ടു. എന്നാൽ അന്വേഷണം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. 2019 മരിക്കുന്നതുവരെ തന്റെ പേരക്കുട്ടിക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടങ്ങൾ ശിവരാമ പണിക്കർ തുടർന്നു. മരിക്കുന്നതിന് മുൻപ് ഒരു തവണയെങ്കിലും അവനെ കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ. രാഹുലിന്റെ തിരോധാനം അറിഞ്ഞതിനു ശേഷം നാട്ടിലേക്ക് മടങ്ങിയ രാജു പിന്നീട് ഒരു തവണ മാത്രമാണ് ജോലിക്കായി വിദേശത്തേക്ക് പോയത്. മകനെ കണ്ടെത്താൻ താൻ നാട്ടിൽ തന്നെ വേണമെന്ന് വിശ്വസിച്ച രാജു വിദേശത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ തുടർന്നു. പോലീസിന്റെയും CBIയുടെയും അന്വേഷണങ്ങൾ നടക്കുമ്പോഴും രാജുവും മിനിയും മകനു വേണ്ടി തങ്ങളുടേതായ രീതിയിൽ അന്വേഷണവുമായി മുന്നോട്ടു പോയി.
എവിടെയെങ്കിലും ഒരു കുട്ടിയെ കളഞ്ഞു കിട്ടിയതായി വിവരം ലഭിച്ചാൽ ഇരുവരും ഉടൻ അവിടെ പാഞ്ഞെത്തും. കേരളത്തിലുടനീളം മകനു വേണ്ടിയുള്ള അന്വേഷണവുമായി അവർ അലഞ്ഞു നടന്നു. പത്രവാർത്തകളും മറ്റും ഒട്ടേറെ ഫോൺ കോളുകളും കത്തുകളുമാണ് ദിനംപ്രതി ഇവർക്ക് ലഭിച്ചിരുന്നത്. പലതിലും രാഹുലിന്റെ രൂപസാദൃശ്യമുള്ള കുട്ടിയെ കണ്ടതായി വിവരങ്ങളുണ്ടായിരുന്നു. എന്നാൽ അവിടെയെല്ലാം അന്വേഷിച്ചു ചെന്നെങ്കിലും നിരാശ മാത്രമായിരുന്നു ഫലം. മകനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾ രാജുവിനെ ശാരീരികമായും മാനസികമായും തളർത്തി. കുട്ടിയെ കണ്ടെത്തി തരാമെന്ന് പറഞ്ഞ് പല തട്ടിപ്പ് മന്ത്രവാദ സംഘങ്ങളും ഇവർക്ക് പുറകെ കൂടി. രാജു ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമുള്ള ആളായതിനാൽ കുട്ടിയെ കാണാതായ വിവരമറിഞ്ഞ് നാട്ടിലെത്തിയ ആദ്യ ദിവസം തന്നെ ഒരു മഷിനോട്ടക്കാരനെ സമീപിച്ചിരുന്നു. ഇത് വാർത്തകളിലും വന്നിരുന്നു. ഇതോടെയാണ് ഈ വിശ്വാസം മുതലെടുത്ത് പണം തട്ടാൻ പലരും ശ്രമിച്ചത്. കുട്ടിയെ കണ്ടെത്തി തരാമെന്ന് പറഞ്ഞ് നിരവധി കത്തുകളും ഫോൺ കോളുകളുമാണ് ഇവർക്ക് ലഭിച്ചത്. ചിലരൊക്കെ ഈ പേരിൽ പണം തട്ടുകയും ചെയ്തു. പിന്നീട് പോലീസ് നടപടിയെടുക്കാൻ തുടങ്ങിയതോടെയാണ് തട്ടിപ്പ് സംഘങ്ങൾ ഒതുങ്ങിയത്. ഇതിനിടെ രാഹുലിനെ കൊന്നത് താനാണെന്ന് പറഞ്ഞ കൃഷ്ണപിള്ള എന്നൊരു ക്രിമിനൽ രംഗത്തെത്തി. മറ്റൊരു കേസിൽ പിടിക്കപ്പെട്ടപ്പോഴാണ് പ്രതി ഈ വാദമുന്നയിച്ചത്. രാഹുലിനെ താനാണ് കൊന്നതെന്നും മൃതദേഹം പരിസരത്തെ കാട്ടിൽ കുഴിച്ചിട്ടെന്നുമായിരുന്നു അവകാശവാദം. എന്നാൽ ഇയാൾ പറഞ്ഞ പ്രദേശം മുഴുവൻ പരിശോധിച്ചെങ്കിലും ഒരു തുമ്പും ലഭിച്ചില്ല. ഇതോടെ ആ മാർഗവും അടഞ്ഞു. ഇതിനിടെ രാഹുലിൻ്റേതാണെന്ന് സംശയിക്കുന്ന ചില അജ്ഞാത മൃതദേഹങ്ങളും പോലീസ് പരിശോധിച്ചിരുന്നു. എന്നാൽ ഇവയൊന്നും തന്നെയും രാഹുലിൻ്റേതാണെന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചില്ല. ഉത്തരം കിട്ടാതെ ഈ ചോദ്യത്തിന് പിന്നാലെ പോലീസ് ഉൾപ്പെടെ പല അന്വേഷണ ഏജൻസികളും വർഷങ്ങളായി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിക്ഷാടക സംഘം തട്ടിക്കൊണ്ടുപോയതാണെന്ന അനുമാനത്തിലാണ് ഭൂരിഭാഗം പേരും എത്തിച്ചേർന്നത്. എന്നാൽ എങ്ങനെ കൊണ്ടുപോയി, എങ്ങോട്ട് കൊണ്ടുപോയി തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഇന്നും ഉത്തരമില്ല. മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അമ്മ മിനി. ഇന്നല്ലെങ്കിൽ നാളെ അവൻ വീട്ടിൽ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് അമ്മ.